I would rather be here, lonely in space. I've made up my mind, I just wanna be free. I live my own life in a new galaxy. I wanna be weightless in the silence of the night sky. I wanna free fall into nothing at all. I'm taking the moment, starting all over. I wanna be free and live my ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലിപ്സിൻ്റെ 5.1 ഹോം തിയേറ്ററിൻ്റെ സർവീസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഇന്നത്തെ വീഡിയോ കുറച്ച് വ്യത്യാസമുള്ളതാണ്. 2016 കാലഘട്ടത്തിൽ ഫിലിപ്സ് ഇറക്കിയ ഒരു 5.1 ഹോം തിയേറ്റർ ആയിരുന്നു ഇത്. ഇത് യൂസ്ഡായ ഒരു ഹോം തിയേറ്റർ അല്ല, പുതിയ ഹോം തിയേറ്റർ തന്നെയാണ്. 2016 കാലഘട്ടത്തിൽ ഫിലിപ്സ് TV വാങ്ങുന്നവർക്ക് ഫ്രീ ആയി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഹോം തിയേറ്റർ ആണ് എന്ന് ഇത് ചിലർ പറയുന്നുണ്ട്. കൃത്യമായി അറിയില്ല. ഇതുപോലുള്ള കുറേ അധികം ഹോം തിയേറ്ററുകൾ നമുക്ക് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കാര്യം നല്ലൊരു ഹോം തിയേറ്റർ ആണെങ്കിൽ പോലും ഇതിന് ഇൻപുട്ട് ഫംഗ്ഷനുകൾ കുറവാണ്. ഓക്സിൻ്റെ കണക്ഷൻ മാത്രമേ ഈ സെറ്റിനുള്ളൂ. ഇന്നത്തെ പോലെ ബ്ലൂടൂത്തും USB ഒന്നും ആ കാലഘട്ടത്ത് ഹോം തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു ബ്ലൂടൂത്ത് പോലും ഇല്ലാത്തൊരു ഹോം തിയേറ്റർ ഉപയോഗിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സെറ്റുകളെല്ലാം നമ്മുടെ ഷോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരെണ്ണമല്ല, ഒരുപാടുണ്ട്. നമുക്കിനി ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുന്ന വർക്കിലേക്ക് പോകാം. ഇത് നമുക്ക് മാർക്കറ്റിൽ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു ബ്ലൂടൂത്ത് ബോർഡാണ്. ബ്ലൂടൂത്ത് ഫംഗ്ഷൻ ഇല്ലാത്ത ഏതൊരു സെറ്റിലും ഈസിയായി സെറ്റ് ചെയ്യാവുന്ന ഒരു ബോർഡാണിത്. 4 ഇഞ്ച് വലുപ്പമുള്ള സബ് ഓഫറുകളാണ് ഈ മോഡൽ ഹോം തിയേറ്ററുകൾക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്നാലും സൗണ്ട് ഔട്ട്പുട്ട് മോശമില്ലാത്ത രീതിയിൽ ഈ സെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഈ സെറ്റിന്റെ ഇൻപുട്ട് കണക്ഷനുകളും ഔട്ട്പുട്ട് കണക്ഷനുകളും. സ്പീക്കറുകൾ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് 3 പിന്നുകളാണുള്ളത്. ഈ 3 പിന്നുകളിൽ നിന്ന് 5.1 എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല. ഈ ഒരു പിന്നിൽ തന്നെ 2 സ്പീക്കറുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ഹോം തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പിന്നുകൾ കാണാറില്ല. ഓരോ കാലഘട്ടത്തും ഓരോ മോഡൽ പിന്നുകൾ. ഇതാണ് ഈ സെറ്റിന്റെ ഉൾഭാഗം. ഫിലിപ്സിന്റെ നല്ലൊരു മോഡൽ PCB തന്നെയാണിത്. മുൻപിറങ്ങിയ മീഡിയം റേഞ്ചിലുള്ള ഹോം തിയേറ്ററുകളിൽ ഇതുപോലുള്ള ICയും ഇതുപോലുള്ള സർക്യൂട്ടും തന്നെയാണ് ഉപയോഗിക്കാറ്. ഇപ്പോഴുള്ള ലോക്കൽ ബോർഡുകളെ പോലെ ഒരുപാട് സൗണ്ട് ഇല്ല എങ്കിൽ പോലും നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് ഈ ബോർഡിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് ഒരു ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്യാം. USB ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിന്റെ പുതുമ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബ്ലൂടൂത്ത് മാത്രം മതി എന്ന് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്കിലേക്ക് പോകാം. ഈ സെറ്റിന് ഫ്രണ്ട് പാനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു 5 വോൾട്ട് റെഗുലേറ്ററാണിത്. ഈ റെഗുലേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ബ്ലൂടൂത്ത് ബോർഡിനുള്ള വോൾട്ടേജ് എടുക്കാം. ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡിൽ 3.5 തൊട്ട് 5 വോൾട്ട് വരെ കണക്ട് ചെയ്യാൻ കഴിയും. ഈ ബോർഡിന് കണക്ഷനിൽ ആംബിയറിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റെഗുലേറ്റർ IC ഓവർ ഹീറ്റ് ആകും എന്നുള്ളൊരു ടെൻഷനും വേണ്ട. 5 വയർ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഹോം തിയേറ്റർ നമുക്ക് ബ്ലൂടൂത്ത് ഹോം തിയേറ്ററാക്കി മാറ്റിയെടുക്കാൻ കഴിയും. നമുക്ക് ഈ ബോർഡും മദർ ബോർഡുമായി വയറുകൾ കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് ബോർഡും മദർ ബോർഡുമായി കണക്ഷനുകൾ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ബ്ലൂടൂത്ത് ബോർഡ് നമ്മൾ ആ PCBയിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് ബ്ലൂടൂത്ത് ബോർഡിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഈ സെറ്റിൻ്റെ ഒരു പോരായ്മയാണ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ സെറ്റ് കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു ബട്ടൺ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ റിമോട്ട് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലൊരു ബ്ലൂടൂത്ത് ബോർഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. I would rather be here, lonely in space. I've made up my mind, I just wanna be free. I live my own